ചങ്ങന്മാരെ, ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് മൂന്നൂർ പഞ്ചായത്തിൽ ആലിഞ്ചോട് കുന്നത്തറമ്പ് ഭാഗത്തിട്ടോ. കുന്നത്തറമ്പ് പാറക്കടവ് ഭാഗത്താണ്. നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പമ്പോസിൽ നിന്ന് കനാൽ വഴി വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ വീട്ടിൽ ഇങ്ങോട്ടാണ്. നമ്മളെ കൂടെ നമ്മളെ മച്ചാനും കൂടി ഉള്ളതുകൊണ്ട് ഒരു പേടിയില്ല കേട്ടോ. എന്തിനും ഏതിനും പറ്റിയ നമ്മളെ കൂടെ നമ്മളെ മച്ചാനുണ്ട്. ഓക്കെ, ആൾ രണ്ട് സൈഡുള്ള നാട്ടിലെത്തിയിട്ട്, അതുകൊണ്ട് ഏത് മരത്തിൻ്റെ മുകളിലാണെങ്കിലും എന്ത് റിസ്കിനാണെങ്കിലും നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ടായി. അപ്പോൾ ഏതായാലും ഇവിടെ വന്നിട്ടുള്ളത് ഒരു സംഗതി ഉണ്ടെന്ന് വിളിച്ചപ്പോൾ നമ്മളിവിടെ എത്തിയതാണ്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത്. ഇതാണ് സംഭവം. ഇവിടെ അടുക്കള ഭാഗത്ത് കിണറിൻ്റെ അടുത്തുള്ള പൈപ്പിനുള്ളിലേക്ക് പാമ്പ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കണ്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതായിട്ടൊരു കണ്ടിട്ടില്ല. ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നേരെ അപ്പുറത്ത് വലട്ടിട്ടുണ്ട്, ഇവിടെയും വലട്ടിട്ടുണ്ട്. രണ്ട് ഭാഗത്ത് കൂടി ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, നോക്കുക ഉണ്ടോ ഇല്ലെന്ന് നോക്കുക. എന്നാൽ അവർക്കൊണ്ട് പേടി മാറി കിട്ടുമല്ലോ. അവിടെ നോക്കാൻ പൈപ്പിൻ്റെ എൻ്റെ നോക്ക് സാധനം ചിലപ്പോൾ ഇവിടെ ഉള്ളിലുണ്ടെങ്കിൽ വരും. ലാസ്റ്റ് ഒന്നും കൂടി നോക്കി ചെക്ക് ചെയ്യുക. അപ്പോൾ ചേട്ടാ സാധനമില്ല കേട്ടോ. സാധനം രാത്രി തന്നെ ഒഴിഞ്ഞു പോയി. ഏതായാലും കുഴപ്പമില്ല. പല പെരക്കാരെ പേടിയാണ് മാറ്റി കൊടുത്തല്ലോ അല്ലേ. പിടിച്ചാടന്ന കേട്ടോ. അതായത് വരികയാണെങ്കിൽ ശ്രദ്ധിക്കും പറയട്ടോ. ഇതമ്മേ കാത്തോളിന്ന് പറഞ്ഞപ്പോൾ ആയരുത്. ഇതൊക്കെ നോക്കുകയാണ്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുക്കള ഭാഗമൊക്കെ നമ്മൾ ഇത് കണ്ടില്ലേ. എന്നിട്ട് ഈ മാടി ഇതൊക്കെ ഉണ്ടായ പിന്നെ എങ്ങനെ പാമ്പിലാക്കുക. ഇതിനുള്ളിൽ തന്നെ പോയോ? ഒന്ന് ശ്രദ്ധിക്കുക. പരിസരമൊക്കെ നന്നാക്കിക്കാണ്ടിന് ആരായാലും. നമ്മൾ ഏതായാലും വന്നതല്ലേ. ഏതായാലും ലാസ്റ്റ് ഒരു പരിപാടികൾ ടെസ്റ്റ് നടത്തി വെക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ആ ജീവനോട് ഉണ്ടെങ്കിൽ കഴിച്ചില്ലായിക്കോട്ടെ. ഇതുവരെ പാമ്പിനെ പിടിക്കാൻ നമ്മളാരും ഇങ്ങനെ ഒന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കൺഫേം ആക്കാൻ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് പുകച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സാധനം പുറത്തേക്കോട്ടെ വെച്ചിട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഒഴുകി പോരുമല്ലോ. ഒഴുകി പോരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. നമ്മളിങ്ങനെ പൈപ്പ് ഉള്ളിൽ ഇട്ടാണ്ട് ഇതാ വെള്ളം എന്നിട്ട് അടിച്ച് വിടുകയാണ്. ഏതായാലും പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. അപ്പോൾ നമ്മൾ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം ഇതിനുള്ളിൽ കറക്റ്റാക്കി വായിച്ചല്ലേ. അപ്പം വെള്ളം ഒന്ന് അടിച്ചതാണ്. ഇതിനുള്ളിലൊന്നും സാധനമില്ല കേട്ടോ. സാധനം രാത്രി തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ മരുന്നൊക്കെ വെച്ചിരുന്ന് പറഞ്ഞു. ആ മരുന്നൊക്കെ വെച്ചപ്പോൾ ഇപ്പോൾ രാത്രി ഒഴിഞ്ഞു പോയതാവും ചിലപ്പോൾ. ഇതിൻ്റെ സാധനമില്ല. ഇതിലൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒന്ന് രണ്ട് കല്ല് വെച്ചിട്ട് ആ കല്ല് വരെ ഉരുണ്ടിട്ട് അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ടെസ്റ്റ് പാസ്സായാണ്. എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവിടെ തങ്ങി നിൽക്കുക ആ കല്ല്. അപ്പോൾ കല്ല് അപ്പുറത്ത് എത്തിയതുകൊണ്ട് ഇതിലുള്ളിലൊന്നും ഇല്ല എന്നുള്ളത് കൺഫേം ആക്കി. ഓക്കെ, എല്ലാ ഐഡിയും നോക്കുന്നുണ്ട്. ഫോട്ടോ കൊടുക്കോ? നമ്മൾ ക്യാമറ ഉള്ളിൽ കണ്ട് കൊണ്ടാകാനുള്ള ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ക്യാമറ എടുത്ത് നോക്കിയത് കേട്ടോ. ഫോൺ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കിയതാണ്. അതിന്റെ ഉള്ളിൽ ക്ലോസ് ആയി കിടക്കില്ല. പൈപ്പിന്റെ ഉള്ളിൽ പുറമല്ലേ? അത് മേലാണ് പൈപ്പ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നത്? പൈപ്പ് ഇത് ഇതാ പൈപ്പിലെന്താ ഇതൊക്കെയാണ്. ക്യാമറ വെച്ച് കാണ്ട് ഇപ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ. പൈപ്പിനുള്ളിൽ എന്ത് ടെസ്റ്റ് നടത്തിയിട്ടില്ല. പക്ഷെ ഉള്ളിലെന്തോ തങ്ങിക്കുന്ന പോലെ. നമ്മൾ പോലേ ഒരുപാട് നോക്കിയില്ലേ? ഇല്ലല്ലോ, കൺഫേം ആക്കി. ഇല്ല, ലാസ്റ്റ് ശ്രമിച്ച് ശൈലി കിട്ടിയിട്ടില്ല അല്ലേ. നമ്മൾ